ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന് മുന്നേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതിൻ്റെ ബെൽബട്ടനെ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ആദില, നൂറ ആൻഡ് അനുമോൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറയുകയാണ്. അത് കാരണം കണ്ടില്ലേ, ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായില്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇന്ന് ആകെ കൂട്ടി അവിടെ ഒരു ഗ്ലാസ് അരിയും ഒരു സവോളയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ ഭക്ഷണത്തിൻ്റെ ബാക്കിയുള്ള ചോറ് ഇരിക്കുന്നുണ്ട്, അത് ഭയങ്കര സ്മെല്ലടിച്ച് തിന്നാൻ പറ്റില്ല. അപ്പോൾ അത് അന്വേഷിച്ച് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഗ്ലാസ് അരി കൊണ്ട് ഇവർക്ക് കഞ്ഞി വെച്ച് കുടിക്കാം എന്നുള്ള ലെവലിലാണ് ഇരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ആട്ടമാവ് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അനുമോളിരുന്ന് കുറ്റം പറയാം, കണ്ടില്ലേ ഞാൻ അടുക്കളയിൽ ഇറങ്ങിയപ്പോൾ ഇതൊന്നുമില്ലാതെ ഇവർ കണ്ടപ്പോൾ നീവിനെല്ലാം നശിപ്പിച്ചു, നീവിനെല്ലാം അറിയാമെന്നവരൊക്കെ നശിപ്പിച്ചു, ഇതോ ഒക്കെ കൊണ്ടവർ എല്ലാം കൊണ്ട് വലിച്ചു വരി ഉണ്ടാക്കി, ആട്ടമാവ് എടുത്ത് ഫുള്ള് ഇതുണ്ടാക്കി, നമ്മുടെ എല്ലാ റേഷനും എടുത്തുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. ഇതിൽ അനുമോൾക്കൊരു പങ്കുണ്ട്. അനുമോള് ഒരു മുക്കാ ഭാഗത്തിയപ്പോൾ കിച്ചൺ ഇട്ടങ്ങോട്ട് പോയി അല്ലേ. പിന്നെ അവിടെ ഉള്ളവർക്ക് എന്തുണ്ട് ഏതില്ല എന്നൊന്നും അറിയില്ല. കിട്ടണവർ മുഴുവൻ എണീറ്റ് ഉണ്ടാക്കി ഓരോന്നുണ്ടാക്കി അവരുടെ വിശപ്പ് മാറ്റി. ഇതാണ് അവിടെ ഉണ്ടായത്. അനുമോളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ കുറ്റം പറയുന്നത്? മറ്റുള്ളവർ ഒരു ആഴ്ച അനുമോൾ പെരുമാറിയിരുന്ന കിച്ചണിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അനുമോൾക്കറിയാം. ആ അനുമോൾ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എല്ലാം കൂടി ഇട്ടെറിഞ്ഞ് പോയപ്പോൾ നീവിന് ഏറ്റെടുത്ത് ഉണ്ടാക്കി കുറച്ച് ചോറ് ബാക്കി വരും. കാരണം അതുവരെ ഇവർ എത്ര വയറിൽ തിന്നു എന്നവർക്കറിയില്ല. ഒരു ഡെയിലി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതറിയുകയുള്ളൂ. അപ്പോൾ അതിലൊന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ ഇവർ കുറ്റം കണ്ടെത്തിക്കുക, ഇവരുടെ പക്ഷം മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ അപ്പം തന്നെ റേഷൻ വരുത്തിച്ചു ബിഗ് ബോസ്. വേഗം ഒരു പട്ടിണിക്ക് ഇടണ്ടെന്ന് വിചാരിച്ച് റേഷൻ വരുത്തിച്ചപ്പോൾ ഇവരെന്താ ഉണ്ടാക്കിയത്? ഈ അനുമോളും ആദിലയും കൂട്ടിയിട്ട്, ആദിലയാണ് ഒളിപ്പിച്ച് വെച്ചത് എല്ലാ ഫ്രൂട്ട്സുകളും. ആപ്പിളൊക്കെ അതിനെ ഒളിപ്പിച്ച് വെച്ച്, ചെറുനാരങ്ങയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അത് അനുമോളുടെ ഒക്കെ കൊണ്ടു കൊടുക്കുന്നത്, നീ ഇത് എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ കാര്യത്തിന് വേണ്ടി എടുത്തു വെക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ റേഷനല്ലേ ഇവരും ചെയ്യുന്നേ. അപ്പോൾ ഇവർ ചെയ്യുന്ന തെറ്റ് മൂടി വെച്ച് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കണം ബാക്കിയുള്ളവരെ. അവർ ചോറ് നശിപ്പിച്ചു, ഇവർ ചോറ് നശിപ്പിച്ചു. ചോറ് വെക്കുമ്പോൾ കുറച്ച് വെക്കാൻ അറിയാത്തവരാണെങ്കിൽ കുറച്ച് കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോവും. അത് ഇവർ പറഞ്ഞ് തിരുത്തേണ്ടതാണ് അല്ലേ. എന്നിട്ട് ഇവർ വെക്കണതോ അവരുടെ ആപ്പിൾ ഫ്രൂട്ട്സ് ഒക്കെ ലിമിറ്റഡ് ആണ്, അതൊക്കെയാണ് എടുത്ത് വെക്കുന്നത്. ബിഗ് ബോസ് ഈ വട്ടം കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മദ്യം പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നൂറ പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ അറിയില്ല, കാരണം ഒരു റീസണും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലെ പറയുന്നത്, അങ്ങനെ ഒരു റീസൺ ഇല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ നീ മാറിയിരുന്നു, റീസൺ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാവില്ല, എല്ലാവർക്കും റീസൺ കണ്ടെത്താൻ കഴിയുന്നു അതിലെ പറയുന്നുണ്ട്. അനുമോള് പറയുന്നത്, ഇന്നലെ നീ വേറൊരാളെ പറ്റി പലതും പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ നിനക്ക് ഇപ്പം ഇന്ന് മാറിപ്പോയോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട്, ഓപ്പൺ ആണെങ്കിൽ ഞാൻ ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ ഏറ്റവും അവസാനം ഞാൻ ചെയ്യുള്ളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ചെറുനാരങ്ങകളൊക്കെ കട്ടുവെച്ചത് അനുമോൾ എടുത്തു വെക്കുകയും ആപ്പിൾ കട്ടുവെച്ച് അനുമോൾ പറയും എനിക്ക് ഈ എടുത്തു വെക്കാൻ അതെന്ന് പറഞ്ഞിട്ട് അത് ആദ്യം എടുത്തു വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേണ്ട ഒരു ആവശ്യകതയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചെയ്യുന്നുണ്ട്. മറ്റവർക്ക് പറ്റിയ സെറ്റ് അവരും ചെയ്യുന്നുണ്ട്, ഇവർക്ക് പറ്റിയ സെറ്റ് ഇവരും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവരിങ്ങനെ കുറ്റം ചെയ്തു ഇവരിങ്ങനെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് തരുന്നത്? നമ്മളെല്ലാം കാണുന്നുണ്ട്. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സോസസ് എടുത്ത് ഇപ്പോൾ മറ്റേ മാവ് എടുത്ത് ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ. അതും ലിമിറ്റഡ് ആയിട്ടുള്ള ഇതല്ലേ, സാധനങ്ങളല്ലേ, അതും എടുത്തിട്ട് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് പരസ്പരം കുറ്റം പറഞ്ഞ് കളിക്കുന്നു. ഇതെന്തിനാണ് നമുക്ക് ഇട്ട് തരുന്നത്? ഭയങ്കര ബുദ്ധിമതികളും ബുദ്ധിമാന്മാരുമാണ് അവർ. നമുക്കിട്ട് തന്ന് നമ്മുടെ മനസ്സിൽ കണ്ടില്ലേ, അവരുടെ റേഷൻ എടുത്ത് ഇവർ ഇതാ തിന്നുന്നു, അവരുടെ റേഷൻ ഇതാ നാശാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ മിടുക്കുള്ളവർ എന്തുകൊണ്ട് അടുക്കളയിൽ കയറിയില്ല? അടുക്കളയിൽ കയറി ഉണ്ടാക്കണം. റേഷനൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ കയറി ഉണ്ടാക്കണം. അവരവരുടെ കയ്യിലും കുറേ സെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് അനുമോൾ ചിന്തിക്കണം. കാരണം പാല് തൈരാക്കിയതും തൈര് പാലാക്കിയതൊക്കെ നമുക്കറിയാം, ഒരുപാട് സാധനങ്ങൾ കട്ടുവെച്ചത് നമുക്കറിയാം, വായിൽ കുത്തിക്കറ്റി ദോശ മറ്റുള്ളവർക്ക് കൊടുക്കാതെ തിന്നത് നമുക്കറിയാം. ഇതിനൊക്കെ റീസൺസ് ഉണ്ട്. പക്ഷേ റീസൺസ് ഉണ്ടെങ്കിലും ഭക്ഷണ സാധനമാണ് എന്ന് ഓർമ്മിക്കണം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ ആരും വളർന്നിട്ടില്ല. കാരണം ഇവരെയൊക്കെ ഒരു വെടിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ